നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. അനിശ്ചിതകാല രാപ്പകൽ സമരം 36ാം ദിനത്തിൽ എത്തി നിൽക്കവേ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിലെ 4 കവാടങ്ങൾ ആശമാർ ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റിലേക്കുള്ള റോഡും ആശാപ്രവർത്തകർ ഉപരോധിച്ചു. ആശമാരുടെ സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹത്തെയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിന്യസിച്ചത്. പാതിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുഖ്യപ്രതിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എന്നെ ഒന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ലഹരിക്ക് അടിമപ്പെടുന്നവരെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് മാറ്റുമെന്നും വിഷയം അതീവ ഗൗരവമെന്നും മുഖ്യമന്ത്രി. ലഹരി വ്യാപനം തടയുന്നതിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നത് മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പണമുണ്ടാക്കാനുള്ള അമിതമായ ആഗ്രഹമാണ് തട്ടിപ്പുകാർക്ക് കേരളത്തിൽ വളമാകുന്നതെന്നും സതീശൻ പറഞ്ഞു. ജഡ്ജിമാരും തട്ടിപ്പിന് ഇരയാകുന്നുണ്ടെന്ന് സ്പീക്കറും പറഞ്ഞു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷന് സാധുതയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് വിധി. വഖഫ് ഭൂമിയിൽ തീരുമാനം എടുക്കേണ്ടത് വഖഫ് ബോർഡെന്നും ജസ്റ്റിസ്. വിധി വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിയിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ P. രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസിലെ അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കി. കരുവന്നൂർ കേസിൽ ഈ മാസം 2ാം കുറ്റപത്രം നൽകാനിരിക്കെയാണ് നടപടി. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി കൊല്ലം സ്വദേശി അനുരാജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്ന് പോലീസ് കണ്ടെത്തൽ. വിൽപ്പനയ്ക്കായി അനുരാജ് വാങ്ങിയത് 4 കിലോ കഞ്ചാവെന്നും പോലീസിന് മൊഴി നൽകി. കഞ്ചാവ് വാങ്ങുന്നതിന് 16,000 രൂപ ഗൂഗിൾ പേ വഴിയും ബാക്കി തുക നേരിട്ടും കൈമാറിയെന്ന് പോലീസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി ഓഫീസിലെ വനിതാ ദിനാഘോഷം UAPA കേസ് പ്രതി KK ഷാഹിന ഉദ്ഘാടനം ചെയ്തതിൽ അന്വേഷണവുമായി കേന്ദ്ര ഇന്റലിജൻസ്. ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതികളെ സഹായിച്ചതിന് UAPA ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ നേടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഷാഹിന. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെച്ചു. വെടിവെച്ച് അരണക്കലിലെ തേയിലത്തോട്ടത്തിൽ വെച്ച്. കഴിഞ്ഞ ദിവസം ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കടുവയാണ് മയക്കുവെടിവെച്ചത്. അവശനിലയിലുള്ള കടുവയെ തേക്കടിയിലെത്തിച്ച് ചികിത്സ നൽകും. കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശശിയുടെ മൃതദേഹം കണ്ടെത്തി. പാലായി റോഡിന് സമീപത്തെ ഓടയിൽ നിന്നാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാളെ ഓടയിൽ വീണ് കാണാതായത്. സമീപ പ്രദേശത്തെ ഓടയിൽ കൈവരി സ്ഥാപിക്കാത്തത് മുൻപും പല അപകടങ്ങൾക്കും കാരണമായെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂമോണിയ ബാധിച്ച് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശുപത്രിവാസത്തിനിടെയുള്ള ആദ്യ ചിത്രം പുറത്തുവിട്ട് വത്തിക്കാൻ. ജമേലി ആശുപത്രിയിലെ ചാപ്പലിലെ അൾത്താരയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാനിരതനായി ഇരിക്കുന്ന മാർപ്പാപ്പയുടെ ചിത്രമാണ് പുറത്തുവിട്ടത്. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പ്രകടമായ പുരോഗതിയുണ്ടെന്നും ഏറ്റവും പുതിയ പരിശോധനാ ഫലങ്ങളിൽ ശ്വാസകോശങ്ങൾ രോഗമുക്തമാകുന്നത് വ്യക്തമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ഇടുക്കി പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. സർക്കാർ ആശുപത്രിയിൽ നിന്നും 45ാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ DYSPക്ക് പരാതി നൽകി. സ്റ്റേറ്റ് പൂപ്പാറ കൊച്ചുപറമ്പിൽ സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ 45 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് കഴിഞ്ഞ 12-ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെ മരിച്ചത്.
ലഹരിക്കെതിരെ മുസ്ലിം യുവജന സംഘടന ISM 100 കേന്ദ്രങ്ങളിൽ യുവജന ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സംവാദവും ഇഫ്താർ സംഗമവും കോഴിക്കോട് നടന്നു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനപാലകർ കർഷകന്റെ വീട് കത്തിച്ച ശേഷം വീട്ടുപകരണങ്ങളടക്കം വിറ്റതായി പരാതി. പാൽക്കുളമേട് സ്വദേശി നിജോ പോളിന്റെ വീടാണ് വനപാലകർ കത്തിച്ചത്. ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇടുക്കി മൂന്നാറിൽ നവീകരണത്തിനായി അടച്ച റോഡ് സ്വകാര്യ ഗ്യാസ് ഏജൻസി തുറന്ന് വാഹനം കയറ്റിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉറയ്ക്കുന്നതിന് മുൻപ് വാഹനം കയറ്റിയതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയത്. വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഗ്യാസ് ഏജൻസിയെ അറിയിച്ചു. തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി ജിനീഷിന്റെ വീടെന്ന സ്വപ്നത്തിന് യൂണിയൻ പ്രവർത്തകർ തടയിടുന്നതായി പരാതി. ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി ഉൾപ്പെടെ ആവശ്യപ്പെട്ടതോടെയാണ് വീട് നിർമ്മാണം പ്രതിസന്ധിയിലായത്. മുതിർന്ന നേതാക്കൾ യൂണിയൻകാർക്ക് പിന്തുണയുമായി എത്തിയതോടെ പോലീസും മൗനത്തിലായെന്നാണ് ജിനീഷ് പറയുന്നത്. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഉത്സവമാക്കി മാറ്റി നാട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും 3.90 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 15 ക്ലാസ് മുറികൾ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കി അടിമാലി ടൗണിലെ ഓടകൾ പലതും ദുർഗന്ധം വമിക്കുന്നതായി മാറിയെന്ന് പരാതി. വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഓടകളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള മാലിന്യം കൂടി നിക്ഷേപിക്കപ്പെടുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്നാണ് ആക്ഷേപം. കുട്ടികളെ ലഹരി പോലുള്ള മറ്റു ഭീകര മേഖലയിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയണമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. തൃശൂർ നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃശൂർ കൊണ്ടാഴിയിൽ രാത്രിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി തടയണയിലൂടെ സഞ്ചരിച്ച കാർ പുഴയിലേക്ക് പതിച്ചു. കാറിൽ ഉണ്ടായിരുന്ന 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടക്കൽ സ്വദേശി ബാലകൃഷ്ണൻ, സദാനന്ദൻ, വിശാലാക്ഷി, രുക്മിണി, കൃഷ്ണപ്രസാദ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. കുത്താമ്പുള്ളിയിൽ നിന്നും കൈത്തറി തുണികളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. പാടത്ത് ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന യുവാവ് ഇടിമിന്നലേറ്റ് സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. ആലപ്പുഴ എടത്വ സ്വദേശി അഖിൽ P ശ്രീനിവാസനാണ് മരിച്ചത്. ഒപ്പം കളിക്കാനുണ്ടായിരുന്ന ശരൺ എന്ന യുവാവിന് പരിക്കേറ്റു. ഞായറാഴ്ച 3:30യോടെയാണ് സംഭവം. പുത്തൻവരമ്പിനകം പാടത്ത് കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അഖിൽ. ഫോണെടുത്ത് സംസാരിക്കവെയാണ് ശക്തമായ മിന്നലുണ്ടായി ഫോൺ പൊട്ടിത്തെറിച്ചത്. അഖിലിന്റെ ചെവിയുടെയും തലയുടെയും നെഞ്ചിന്റെ ഭാഗത്തും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ KSRTC ബസ് മറിഞ്ഞ് അപകടം. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11:30ഓടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് കൂമ്പാറയിലേക്ക് പോവുകയായിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണമായത്. അപകട സമയത്ത് ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. എന്നാൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം റോഡിൽ തെന്നിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് ഡ്രൈവർ വ്യക്തമാക്കി. ഇടുക്കി രാജകുമാരി വില്ലേജ് ഓഫീസ് സമീപം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് സാമൂഹ്യ വിരുദ്ധർ തീയിടാൻ ശ്രമിച്ചതായി പരാതി. രാജകുമാരിയിലെ വ്യാപാരിയായ കൊല്ലാർമാലി ജോയിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് തീയിടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ജോയ് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത കുന്നത്തങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്നത് ടോറസ് ലോറിയിൽ നിന്നും മണ്ണ് വീണ് അപകടം. ക്യാബിന്റെ ഡോർ അകന്ന് വെട്ടുകല്ലിന്റെ പൊടി 100 അടിയിൽ അധികം ദൂരം റോഡിൽ പടർന്നു. പൊടിശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ റോഡിൽ വെള്ളം ഒഴിച്ച് പൊടിശല്യം നിയന്ത്രിച്ചുവെങ്കിലും ബൈക്ക് യാത്രികർ ഉൾപ്പെടെ സ്ഥലത്ത് തെന്നി വീണു.
തൃശൂർ അഴീക്കോട് മഹാളിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഈശ്വരമംഗലം സ്വദേശികളായ ഹരിലാൽ, മുഹമ്മദ് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. അഴീക്കോട് ജെട്ടിക്ക് കിഴക്കുവശം ഗ്രീൻ വാലി ഐസ് പ്ലാന്റിന് സമീപത്ത് വെച്ചായിരുന്നു മഹാളിയുടെ കുത്തേറ്റത്. ആക്രമണത്തെ തുടർന്ന് ഇരുവരും പുഴയിൽ ചാടിയെങ്കിലും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി പെരുമ്പാവൂരിൽ 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം ആലുമൂട് സ്വദേശി റഷീദിനെയാണ് ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ നായത്തോട് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസിനോട് പറഞ്ഞു. ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന. തൃശൂർ പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. കർണാടകയിൽ വൻ രാസലഹരി വേട്ട. ബംഗളൂരുവിൽ 75 കോടി വില മതിക്കുന്ന 37.87 കിലോഗ്രാം MDMA പിടികൂടി. ലഹരി റാക്കറ്റിലെ ദക്ഷിണാഫ്രിക്കൻ പൗരത്വമുള്ള 2 വനിതകളെ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംബ ഫൻഡ്ര, അബിഖൈൽ അഡോണിസ് എന്നിവരെയാണ് പിടിയിലായത്. ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപത്ത് നിന്നാണ് യുവതികൾ പിടിയിലായത്. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ സദാം നദാഫി, മുസ്തഫ നദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ ചാത്തന്നൂർ, കൊട്ടിയം, ഉമേനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കട നടത്തി വരികയാണ്. ഇതിന്റെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. യുവാവിനെയും കൂട്ടുകാരനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 17 വർഷം തടവ്. തൃശൂർ മണത്തല സ്വദേശി അനീഷിന് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2009 കേസിനാസ്പദമായ സംഭവം. അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബൈക്കിലെത്തി പള്ളിത്താടം സ്വദേശിയായ നൌഫലിനെയും കൂട്ടുകാരനായ ജാഫറിനെയും അടുത്തേക്ക് വിളിച്ചു വരുത്തി വാൾ കൊണ്ട് ജാഫറിനെയും തടയാൻ ശ്രമിച്ച നൌഫലിനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ വലപ്പാട് ഓട്ടോ ഡ്രൈവറെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലെ പ്രതി റിമാൻഡിൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഴീക്കോട് സ്വദേശി അംജദിനെ നാട്ടിക സ്വദേശി അഖിൽ ആക്രമിച്ചത്. സവാരി വന്നതിന്റെ വാടക ചോദിച്ചതിന് അംജദിന്റെ മുഖത്ത് ഇടിക്കുകയും കരിങ്കല്ല് കഷ്ണം കൊണ്ട് തലയിൽ ഇടിക്കുകയുമായിരുന്നു. തൃശൂർ കൊടകരയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഗുണ്ട പിടിയിൽ. കാട്ടൂർ സ്വദേശി പ്രണവാണ് പിടിയിലായത്. ബാറിൽ ഒരാൾ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സബ് ഇൻസ്പെക്ടർ സുരേഷ്, ASI ഗോകുലൻ, സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരെയാണ് പ്രതി ഭീഷണിപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊങ്കണി സമൂഹത്തിന്റെ ഹോളി ആഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കൊങ്കണി സമൂഹം മഞ്ഞക്കുളി ആഘോഷിച്ചു. കൊച്ചി മട്ടാഞ്ചേരിയിൽ നടന്ന മഞ്ഞക്കുളി ചടങ്ങുകളിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ബോധരൂപത്തെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ പരസ്പരം നിറങ്ങൾ വാരിയെറിഞ്ഞ് ആഘോഷമാക്കി. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്ത തുടരുന്നു. ഉത്തരാഖണ്ഡ് ധന പാർലമെന്ററി കാര്യമന്ത്രി പ്രേംചന്ദ് അഗർവാൾ രാജി സമർപ്പിച്ചു. ഫെബ്രുവരിയിലെ സംസ്ഥാന നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ തുടർന്നാണ് രാജി. സംസ്ഥാനത്തെ മലയോര ജനതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ആഴ്ചകൾക്ക് മുൻപ് പ്രേംചന്ദ് അഗർവാൾ നടത്തിയത്. ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു.
മധ്യ അമേരിക്കയിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൽ മരണസംഖ്യ ഉയരുന്നു. 7 സംസ്ഥാനങ്ങളിലായി 37 പേർ മരിച്ചതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ. മോശം കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 1100 വിമാനങ്ങളാണ് US-ലുടനീളം റദ്ദാക്കിയത്. 6 സംസ്ഥാനങ്ങളിലായി വിവിധ തീവ്രതാ കാറ്റഗറിയിലുള്ള 52 ചുഴലിക്കാറ്റുകൾ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. 9 മാസക്കാലമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന തീയതി പ്രഖ്യാപിച്ച് നാസ. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമെന്ന് നാസ പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ 8:55-ന് ഡ്രാഗൺ സ്പേസ് എക്സ് ക്രൂ ക്ലോഷർ തയ്യാറെടുപ്പുകൾക്കൊപ്പം സ്പേസ് എക്സ് ക്രൂ 9 ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തത്സമയം സംരക്ഷണം ചെയ്യുമെന്നും നാസ അറിയിച്ചു. ജാർഖണ്ഡിൽ 3 മക്കളെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കി. ജാർഖണ്ഡിലെ ഗിരിദ് ജില്ലയിലാണ് സംഭവം. അഫ്രിൻ പർവീൻ, സൈബാനാസ്, സഫാൽ അൻസാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പിതാവ് സനൌൾ അൻസാരിയാണ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. നോമ്പിന് മുന്നോടിയായി അത്താഴം കഴിക്കേണ്ട സമയത്ത് വീട്ടിൽ ആളനക്കമില്ലാത്തത് ശ്രദ്ധിച്ച അയൽവാസികൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ കാരണമെന്തെന്ന് വ്യക്തമല്ല. അമേരിക്കയിൽ പിറ്റ്ബുൾ നായകളുടെ ആക്രമണത്തിൽ 73-കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. സ്ത്രീയെ ആക്രമിച്ച നായ്ക്കളുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്തി. 2024 ഒക്ടോബറിലാണ് 73-കാരിയായ ജോവാൻ എച്ചൽബാർഗ് അയൽവാസികൾ വളർത്തുന്ന പിറ്റ്ബുൾ നായകളുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് 2 നായകളെയും വെടിവെച്ചു വീഴ്ത്തി. പിന്നീട് നടത്തിയ ടോക്സിക്കോളജി പരിശോധനകളിലാണ് നായകളുടെ ശരീരത്തിൽ കൊക്കൈന്റെ അംശം കണ്ടെത്തിയത്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി മാറി ഖത്തർ. ഓൺലൈൻ ഡാറ്റാബേസ് സ്ഥാപനമായ നംപിയോ തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് സുരക്ഷിത രാജ്യങ്ങളിൽ ഖത്തർ മുന്നിലെത്തിയത്. പട്ടികയിൽ 2ാം സ്ഥാനത്ത് UAEയും 3ാം സ്ഥാനത്ത് തൊയാനുമാണുള്ളത്. കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ തോതാണ് ഖത്തറിലുള്ളതെന്ന് പഠനം പറയുന്നു. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച് UAE-യുടെ കൃത്രിമ ഉപഗ്രഹമായ ഇത്തിഹാദ് സാറ്റിൽ നിന്ന് ആദ്യ സന്ദേശം ലഭിച്ചതായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. US-ലെ കാലിഫോർണിയ വാൻഡൻബർഗ് സ്പേസ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് റഡാർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. UAE ഈ വർഷം വിജയകരമായി വിക്ഷേപിക്കുന്ന 2ാമത്തെ ഉപഗ്രഹമാണ് ഇത്തിഹാദ് സാറ്റ്. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം കാങ്കപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും 2ാം ഘട്ട യോഗം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം ചേർന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് 102 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച തട്ടുകടകൾ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. കാവിൽക്കടവ് തോടിന് സമീപം സ്ഥാപിച്ച തട്ടുകടകളാണ് നീക്കം ചെയ്തത്. നഗരസഭ വെൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാത്ത കടകളാണ് പൊളിച്ചു നീക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു തട്ടുകടകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊല്ലം ഇടക്കിടത്ത് സർവശിക്ഷ കേരള നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടക്കിടം LP സ്കൂളിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് വളർത്തി പഠനത്തോടൊപ്പം പുതിയ ആശയം വളർത്താനും കുട്ടികൾ തമ്മിലുള്ള ഇടപെടൽ വർദ്ധിപ്പിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ബ്രഹ്മകുളം മണ്ണുമ്മൽ റോഡ് നിർമ്മാണം പൂർത്തിയായി നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. 200 മീറ്റർ നീളമുള്ള റോഡിന് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും 9.6 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ലഹരിയാവാം ജീവിതത്തോടെ, ലഹരിയാവാം അക്ഷരങ്ങളോടെ എന്ന മുദ്രാവാക്യമുയർത്തി കോഴിക്കോട് മുക്കം കല്ലുരുട്ടി യുവശക്തി വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടവും ലഹരിവിരുദ്ധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. തോട്ടത്തിൻ കടവിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മുക്കം നഗരസഭാ കൗൺസിലർ നൌഫൽ മല്ലശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. വായനശാല പ്രവർത്തകൻ ഫിനു VM പതാക ഏറ്റുവാങ്ങി. ലഹരിവിരുദ്ധ കൂട്ടായ്മ കല്ലുരുട്ടി ഡിവിഷൻ കൗൺസിലർ വേണു കല്ലുരുട്ടി ഉദ്ഘാടനം ചെയ്തു. കൂട്ടയോട്ടത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോട് ചേളന്നൂർ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയാത്ത ഭരണകൂട നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇരമ്പിക്കൊണ്ടാണ് ജാഥ സമാപിച്ചത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ലഹരിക്കെതിരെ പ്രതിരോധ ജ്വാല തെളിഞ്ഞു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ നമുക്ക് ഉയർന്നിരിക്കാമെന്ന പ്രതിരോധ ജാല സംഘടിപ്പിച്ചത്. സംഗമം KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കിഴക്കുപള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. VV സജീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നിസ്വ KMCC കമ്മിറ്റി എല്ലാ വർഷവും നടത്തിവരാറുള്ള മെഗാ ഇഫ്താർ സംഗമം വിപുലമായി ഫർക്ക് മസ്ജിദിൽ വെച്ച് നടത്തി. 2000-ൽ പരം സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വിവിധ മതരാഷ്ട്രീയ മേഖലയിലെ ആളുകൾ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹ സംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം വളാഞ്ചേരി പരിസരത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. തൃശൂരിൽ വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായ മെഗാ ജോബ് ഫെയർ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും KDISCിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏപ്രിൽ 26-ന് നടക്കാനിരിക്കുന്ന മെഗാ ജോബ് ഫെയർ പ്രചരണ ക്യാമ്പയിൻ തുടക്കമിട്ടാണ് പോസ്റ്റർ പുറത്തിറക്കിയത്. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.